ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബാറൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത് വചനം. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് അത് അനുസരിക്കാതെ ഞങ്ങൾ നടന്നതിനാൽ ഞങ്ങൾ നിലം പറ്റി തകർന്നുപോയി. അത് ദൈവമായ കർത്താവിൻ്റെ തുടർന്ന് വചനം പറയുന്ന ദൈവമായ കർത്താവിൻ്റെ വാക്ക് ശ്രവിക്കാത്തതിനാൽ അവിടത്തേക്കെതിരെ പാപം ചെയ്തതാണ് ഇതിൻ്റെ കാരണമെന്നാണ്. അവിടുത്തെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് ശ്രവിക്കാതെ അവിടുത്തേക്കെതിരായി പാപം ചെയ്ത് ഞങ്ങൾ നിലം പറ്റിയെന്ന്. വീണ്ടും ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ മുഴുവൻ ഇങ്ങനെ അനുതാപാർദ്രമായ ഹൃദയത്തെപ്പറ്റി പറയുന്നുണ്ട്. അനുതാപാർദ്രമായ ഹൃദയം ഉണ്ടാകുന്നതിനെപ്പറ്റി പറയുന്നുണ്ട്. അനുതാപാർദ്രമായ ഹൃദയം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും എനിക്കത് കഴിയുന്നില്ല. ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ മുഴുവൻ ഇങ്ങനെ ഞാൻ അനുതാപത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ആത്മാർത്ഥമായ ശ്രമം നടത്തുന്നുണ്ട്. എങ്കിലും എനിക്കത് കഴിയാതെ പോകുന്ന വഴികളെ പറ്റിയാണ് അത് കൂടുതലും പറയുന്നത്. ഞാൻ അനുതാപാർത്ഥമായ വഴിയിലേക്ക് സഞ്ചരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് അത് പലപ്പോഴും അത് കഴിയുന്നില്ല. പൗലോസ്ലീഹ പറയുന്നത് പോലെ ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്, അത് എന്നിൽ കുടികൊള്ളുന്ന പാപം മൂലമാണെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും വചനം പറയുന്ന അങ്ങേ ദൈവമായ കർത്താവെ, അങ്ങയുടെ സ്വരം ശ്രവിക്കുകയോ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുകയോ അങ്ങയുടെ വഴിയോട് സഞ്ചരിക്കുകയോ ചെയ്യാതെയാണ് ഞങ്ങൾ പാപം ചെയ്ത് ഞങ്ങൾ തറപറ്റി നിലം പറ്റി ഞങ്ങളുടെ എല്ലാ ക്രയശേഷിയും ഒന്ന് ഏറ്റു നിൽക്കാനുള്ള ശേഷി പോലുമില്ലാതെ ഞങ്ങൾ നിലം പറ്റി നിൽക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ നിലം പറ്റി, എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ നിലം പറ്റി നിൽക്കുകയാണ്. ദൈവമായ കർത്താവിൻ്റെ വചനം ശ്രവിക്കാത്തതിൻ്റെ പേരിൽ ആ വചനമനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിലേക്ക് ഈ വചനം പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തതിൻ്റെ പേരിൽ ജീവിതത്തിൻ്റെ പ്രാവർത്തിക തലത്തിലേക്ക് ഈ വചനം കൊണ്ടുവരാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ എല്ലാവിധത്തിലും തകർന്ന നിലം പറ്റിയ അവസ്ഥയാണ്. അത് ഏതൊരു ദൈവവേദൻ്റെയും അവസ്ഥ അങ്ങനെയാണ്. ദൈവം നൽകുന്ന ഈ വിസ്മയകരമായ സാന്നിധ്യത്തെ, ദൈവം നൽകുന്ന അത്ഭുതകരമായ ഈ സാന്നിധ്യത്തെ, ദൈവത്തിൻ്റെ വിസ്മയകരമായ സാന്നിധ്യത്തെ ഏതൊരു ദൈവവേദൻ വിസ്മരിക്കുന്നുവോ അപ്പോഴെല്ലാം അവരുടെ ജീവിതത്തിലൊരു അന്ധകാരം വ്യാപിക്കുന്ന അവസ്ഥയുണ്ടാകും. ദൈവത്തെക്കാൾ ഉപരിയായി മറ്റെന്തിനെങ്കിലും സ്നേഹിക്കുമ്പോൾ കണ്ടോ, ദൈവത്തിൻ്റെ വചനം പാലിക്കാൻ തടസ്സമെന്ന് പറയുന്നത് അവർക്ക് ലോകത്തിൻ്റെ ഒരു ആനന്ദമുള്ളത് കൊണ്ടാണ്, പൈശാചിക ശക്തികൾ നൽകുന്ന ഒരു ആനന്ദമുള്ളതുകൊണ്ടാണ്. പക്ഷേ അത് കള്ളൻ വരുന്നത് കൊല്ലുവാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനും താൽക്കാലികമായി, വളരെ താൽക്കാലികമായ, വളരെ അത് നശ്വരമായ ആനന്ദം എന്ന് പറയാം. എന്നാൽ അനശ്വരമായ പ്രത്യാശയാണ് നമ്മൾ ദൈവത്തിലുള്ള ആശ്രയം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നു. അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നു അങ്ങനെ ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയമാണ്. വീണ്ടുും ഈ ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം നമ്മൾ ധ്യാനിച്ചതിൻ്റെ 10-ാമത് വചനം പറയുന്നത് അങ്ങയുടെ കൽപ്പനകളോ ചട്ടങ്ങളോ പാലിക്കാൻ കൂട്ടാക്കാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ എല്ലാവിധത്തിലും തകർന്ന് തരിപ്പണമായി, എങ്കിലും ഞങ്ങൾക്ക് അവിടുത്തെ ആശ്രയിക്കാൻ കഴിയുന്നില്ല. എന്നിട്ടും ഈ തകർച്ചയെല്ലാം ഉണ്ടായിട്ടും ഈ പ്രതിസന്ധി ഉണ്ടായിട്ടും ഞങ്ങൾക്ക് അവിടുത്തെ ആശ്രയിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു നിലവിളിയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഇങ്ങനെ ആശ്രയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി നമുക്ക് തിരിഞ്ഞു നടക്കേണ്ടത് 2 കൊരിന്തോസ് 4:4 വചനം കൂടി ഒന്ന് ധ്യാനിച്ചാലേ തിരിഞ്ഞു നടക്കാൻ കഴിയുള്ളൂ. എന്തെന്നാൽ ഇഹലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കി വെച്ചിരിക്കുകയാണ്. തന്മൂലം യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. യേശുക്രിസ്തുവിൻ്റെ പ്രകാശത്തിലേക്ക് എനിക്ക് നടക്കുവാൻ, യേശുക്രിസ്തുവിൻ്റെ പ്രകാശത്തിൻ്റെ പ്രഭയിലേക്ക് എനിക്ക് നടക്കുവാൻ, എൻ്റെ ജീവിതം യേശുക്രിസ്തുവിൻ്റെതായി മാറുവാൻ, ഞാൻ യേശുവിൻ്റെതായി തീരുവാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം ഞാനിപ്പോൾ ബന്ധപ്പെട്ടിരിക്കുന്ന, എന്നെ പിശാച് അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന മേഖലയിൽ നിന്ന് എനിക്ക് എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് എനിക്ക് പുറത്തു ചാടാൻ കഴിയുന്നില്ല. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന പാപവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളെയും വേരോടെ പിഴുതെറിയാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ഒരു പരിശ്രമം നടത്തി കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് വരുന്നത്, നമ്മൾ വിജയിക്കുന്നതും. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും നിലം പറ്റി തകർന്ന തരിപ്പണമായി കിടക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ തകർക്കപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും തിരിച്ച് നടക്കണം. കൃപയുടെ വഴിയിലേക്ക് തിരിച്ചു നടക്കണം, അനുതാപത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചു നടക്കണം. അതാണ് ഇവിടെ വചനം പറയുന്നത്. ഈ അനുതാപാർത്ഥമായ വചനം എൻ്റെ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. വീണ്ടും ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരു വചനം കൂടി ധ്യാനിച്ച് നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ലൂക്കാ സുവിശേഷം 22-ാം അധ്യായം 29-ാം വചനം. എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റ് പറ്റുന്നതെന്ന് അവർ ചോദ്യം ചോദിച്ചിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ വചനമോ അതിൻ്റെ ശക്തിയോ അറിയില്ലാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിസ്മയകരമായ ശക്തിയുടെ സാന്നിധ്യം അതെൻ്റെ കൂടെ ഉള്ളത് എനിക്ക് തിരിച്ചറിയുന്നില്ല.
ദൈവത്തിൻ്റെ വചനമോ അതിൻ്റെ ശക്തിയോ തിരിച്ചറിയാത്തതുകൊണ്ട്. ഇവിടെയും ബാറൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 5 മുതലുള്ള വചനങ്ങൾ നമ്മൾ കണ്ടു. അവിടുത്തെ കൽപ്പനകളും വചനങ്ങളും ഞാൻ പാലിക്കാതെ ഞാൻ നിലം പറ്റി തകർന്ന് കിടക്കുകയാണ്. എനിക്ക് ഒരു വിധത്തിലും ഒരു ഉയർച്ചയില്ല. ഞാൻ എവിടെ തൊട്ടാലും അത് പരാജയത്തിൻ്റെ പടുവിലേക്ക് പോവുകയാണ്. എന്നെ ലോകത്തിൻ്റെ നശ്വരമായ ആനന്ദം എന്നെ വിഴുങ്ങിയിരിക്കുക. അതിൽ നിന്ന് എനിക്ക് പുറത്ത് ചാടണമെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ കരുണയുടെ അവൻ്റെ മുറിവുകളിലേക്ക് എന്നെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അവൻ്റെ കുരിശിലെ ബലിയുടെ യോഗ്യത അവകാശപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ നമുക്കും ഒരു പുതിയ വ്യക്തിയായി മാറാം. അവൻ്റെ വചനത്തോടൊപ്പം അവൻ്റെ പീഡാസഹനങ്ങളോടെ നമ്മുടെയും ഈ കൊച്ചു കൊച്ചു സഹനങ്ങളും നമ്മുടെ ആസക്തികളും ബലഹീനതകളും പാപങ്ങളും കുറവുകളും എല്ലാം ഒന്ന് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ അത്ഭുതകരമായ വിടുതലുണ്ടാകും, സൗഖ്യമുണ്ടാകും. കൃപയ്ക്ക് മേൽ കൃപ ചൊരിയും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.